നമസ്കാരം. മലയാളികളുടെ മനസ്സിലേറെ നോവായി മാറിയ ശ്രുതിയുടെ അമ്മ സബിതയെ സംസ്കരിച്ചു. ഇന്നലെയാണ് തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ അടക്കം ചെയ്ത പുത്തുമലയിലെ പൊതുശ്മശാനത്തിൽ നിന്ന് ശ്രുതിയുടെ അമ്മയുടെ മൃതദേഹം പുറത്തെടുത്തത്. തുടർന്ന് നടത്തിയ DNA ടെസ്റ്റിലൂടെയായിരുന്നു ശ്രുതിയുടെ അമ്മയെ തിരിച്ചറിഞ്ഞത്. പിന്നീട് ഇന്ന് മേപ്പാടി മാരിയമ്മൻ ക്ഷേത്രത്തിലെ പൊതുശ്മശാനത്തിൽ ആചാരപ്രകാരം ദഹിപ്പിക്കുകയായിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അമ്മയുടെ ശരീരം കുഴിമാടത്ത് നിന്ന് പുറത്തെടുത്ത് ഹൈന്ദവ ആചാരപ്രകാരം അടക്കം ചെയ്യണമെന്ന് ശ്രുതി ആവശ്യപ്പെട്ടത്. ഇതിനെ തുടർന്നായിരുന്നു ഇന്ന് ഹൈന്ദവ ആചാരപ്രകാരം സംസ്കരിച്ചത്. നേരത്തെ ജെൻസനും ശ്രുതിയും പുത്തുമലയിലെത്തി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ചികിത്സയിൽ കഴിയുന്ന ശ്രുതിയെ ആംബുലൻസിലാണ് സംസ്കാരം നടക്കുന്ന മാരിയമ്മൻ ക്ഷേത്രത്തിൽ എത്തിച്ചത്. ശ്രുതിയുടെ അച്ഛൻ ശിവണ്ണനെയും സഹോദരി ശ്രേയയും ഇവിടെ തന്നെയായിരുന്നു സംസ്കരിച്ചത്. ഐവർ മഠവും സേവാഭാരതിയും സംസ്കാരത്തിന് നേതൃത്വം നൽകി. കാലുകൾ ഒടിഞ്ഞ് ശസ്ത്രക്രിയ ചെയ്തതിനാൽ ശ്രുതിക്ക് നടക്കാൻ സാധിക്കുമായിരുന്നില്ല. അതിനാൽ ആംബുലൻസിൽ നിന്ന് പുറത്തിറങ്ങാനും കഴിഞ്ഞില്ല. ചിതയെറിയുമ്പോൾ ഒന്ന് വിതുമ്പാൻ പോലും ശ്രുതിക്ക് ആകുമായിരുന്നില്ല. മൃതദേഹം പൊതുശ്മശാനത്തിൽ നിന്ന് എടുക്കുമ്പോഴും ദഹിപ്പിക്കുമ്പോഴും ജെൻസന്റെ പിതാവ് ജയനും ശ്രുതിക്കൊപ്പം ഉണ്ടായിരുന്നു. ചൂരൽമല ഉരുൾപൊട്ടലിൽ അച്ഛൻ ശിവണ്ണൻ, അമ്മ സബിത, സഹോദരി ശ്രേയ എന്നിവരുൾപ്പെടെ 9 ബന്ധുക്കളെയാണ് ശ്രുതിക്ക് നഷ്ടമായത്. ഇതിന് പിന്നാലെ ഏക ആശ്രയമായിരുന്ന ജെൻസനെ നഷ്ടമായി. ഈ മാസം 10-ന് കൽപ്പറ്റയിലെ വാടക വീട്ടിൽ നിന്ന് ലക്കിടിയിലേക്ക് പോകവെയാണ് ജെൻസനും ശ്രുതിയും ബന്ധുക്കളും സഞ്ചരിച്ച വാൻ ബസ്സിലിടിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജെൻസൺ പിറ്റേന്ന് മരണത്തിന് കീഴടങ്ങിയായിരുന്നു. ശ്രുതിയുടെ ബന്ധുക്കൾ മരിച്ച് 41 ദിവസത്തിനു ശേഷം വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കാനിരിക്കുകയായിരുന്നു ഈ കുടുംബം. ഇതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായി ജെൻസനെയും മരണം തട്ടിയെടുത്തത്. ബന്ധുക്കൾക്കൊപ്പം കോഴിക്കോട് കൊടുവള്ളിയിലെ ബന്ധുവീട്ടിലേക്ക് പോകുമ്പോഴാണ് മരണം അപകടത്തിന്റെ രൂപത്തിലെത്തിയത്. ഡ്രൈവിംഗ് സീറ്റിലായിരുന്ന ജെൻസന് തലയ്ക്ക് അതീവ ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. ആന്തരിക രക്തസ്രാവം അനിയന്ത്രിതമായ നിലയിലുമായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയകൾക്ക് വിധേയനാക്കിയ ശേഷം വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്നായിരുന്നു ജെൻസന്റെ മരണം സംഭവിച്ചത്. ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളടക്കമുള്ള കുടുംബാംഗങ്ങൾ നഷ്ടമായ ചൂരൽമല സ്വദേശികളായ ലാവണ്യ, ശ്രുതിയുടെ പ്രതിശ്രുത വരൻ അമ്പലവയൽ ആണ്ടൂർ സ്വദേശി ജെൻസൺ, ശ്രുതിയുടെയും ലാവണ്യയുടെയും ബന്ധുക്കളായ മാധവി, രത്നമ്മ, ആര്യ, അനിൽകുമാർ, അനൂപ് കുമാർ തുടങ്ങിയവർക്കായിരുന്നു അപകടത്തിൽ പരിക്കേറ്റത്. അപകടത്തെ തുടർന്ന് വാനിൽ കുടുങ്ങിയവരെ കൽപ്പറ്റയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് വാൻ വെട്ടിപ്പൊളിച്ച് പുറത്തെടുക്കുകയായിരുന്നു. ചൂരൽമലയിലെ സ്കൂൾ റോഡിലായിരുന്നു ശ്രുതിയുടെ വീട്. അച്ഛൻ ശിവണ്ണനെയും അമ്മ സബിതയും അനിയത്തി ശ്രേയയും ഉരുള കൊണ്ടുപോവുകയായിരുന്നു. കുടുംബത്തിലെ 9 പേരെയായിരുന്നു ശ്രുതിക്ക് നഷ്ടമായത്. കല്യാണ ആവശ്യത്തിനായി 4.5 ലക്ഷം രൂപയും 15 പവനും സ്വരുക്കൂട്ടിയിരുന്നു. അതും ഉരുളെടുത്തു. കോഴിക്കോട് ജോലി സ്ഥലത്തായതിനാൽ ശ്രുതി മാത്രം ജീവനോടെ രക്ഷപ്പെടുകയായിരുന്നു. 10 വർഷമായി പ്രണയത്തിലായിരുന്നു ശ്രുതിയും ജെൻസനും. ദുരന്തത്തിന് 1 മാസം മുമ്പായിരുന്നു ജെൻസനും ശ്രുതിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം. അതേ ദിവസം തന്നെയായിരുന്നു ശ്രുതിയുടെ പുതിയ വീടിന്റെ പാലുകാച്ചലും. എന്നാൽ 1 മാസത്തിന് ശേഷം എല്ലാ സന്തോഷങ്ങളും തൂത്തുവരിയാണ് ഉരുൾ ശ്രുതിയുടെ ജീവിതത്തിൽ ദുരന്തം വിതച്ചത്. അച്ഛനും അമ്മയും സഹോദരിയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് താങ്ങായി നിന്ന ജെൻസന്റെ അപ്രതീക്ഷിത വിയോഗവും മലയാളികളെ ആകെ ഞെട്ടിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തിരുന്നു. സ്കൂൾ കാലം മുതൽ കളിച്ചു വളർന്ന കൂട്ടുകാരായിരുന്നു അവർ. 10 വർഷത്തെ പ്രണയവും. തനിക്ക് ജീവനുള്ളിടത്തോളം കാലം സംരക്ഷിക്കുമെന്നും അവളെ പരിപാലിക്കുമെന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞ വ്യക്തി കൂടിയായിരുന്നു ജെൻസൺ. ഒടുക്കം ജെൻസൺ മടങ്ങിയപ്പോൾ ആ വാക്കുകളും കരൾ വളർത്തുന്നതായിരുന്നു. അതിവൈകാരികമായിരുന്നു ആ നിമിഷം. ജെൻസന്റെ ചേതനയേറ്റ ശരീരം ഉള്ളിവിടഞ്ഞായിരുന്നു ശ്രുതി അവസാന നിമിഷം കണ്ടത്. കൽപ്പറ്റ ലിയോ ആശുപത്രിയിലെ മുറിയിൽ വെച്ചായിരുന്നു ശ്രുതി ജെൻസനെ അവസാനമായി കണ്ടത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിലായിരുന്ന ശ്രുതി ICUവിൽ നിന്ന് സ്ട്രെച്ചറിൽ പ്രത്യേകമായി ഒരുക്കിയ മുറിയിൽ ജെൻസനെ കാണാനെത്തുകയായിരുന്നു. പൊതുദർശനത്തിന് വന്നവരെല്ലാം വിങ്ങിപ്പൊട്ടുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. ആണ്ടൂരിലെ ഓഡിറ്റോറിയത്തിലായിരുന്നു പൊതുദർശനം. പിന്നാലെ അടുത്ത ബന്ധുക്കൾക്ക് കാണുന്നതിനായി വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. നാടൊന്നാകെ ജെൻസന് അന്ന് അവസാനമായി യാത്രയപ്പ് നൽകി. പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ അനുശോചനം അർപ്പിക്കാനും എത്തിയിരുന്നു. അത്യന്തം വൈകാരികമായിട്ടായിരുന്നു ജെൻസനെ അന്ന് അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയവരെല്ലാം പ്രതികരിച്ചത്. പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം പള്ളി സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തിരുന്നു.